ഏകാദശികളിൽ വളരെ പ്രധാനമായ ഒന്നാണ് ഭഗവാൻ മഹാവിഷ്ണു 4 മാസത്തേക്ക് യോഗനിദ്രയിൽ പ്രവേശിക്കുന്ന ദേവശയനി ഏകാദശി. ആഷാഢമാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന 11-ാം തീയതിയായ ശയന ഏകാദശി ഇത്തവണ ജൂലൈ 6-ാം തീയതി ഞായറാഴ്ചയാണ്. ദേവശയനി ഏകാദശിയിൽ തുടങ്ങി ഉത്ഥാന ഏകാദശി വരെ ഭഗവാൻ മഹാവിഷ്ണു യോഗനിദ്രയിൽ ശയിക്കുന്ന 4 മാസത്തെ ചാതുർമാസ്യമെന്നാണ് വിളിക്കുന്നത്. ഈ ചാതുർമാസി കാലത്ത് വിവാഹം, ഗൃഹപ്രവേശം തുടങ്ങിയ പ്രധാന മംഗളകർമ്മങ്ങൾ പല സ്ഥലങ്ങളിലും നടത്താറില്ല. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ. നിദ്രയിൽ ആയതിനാൽ ഈ സമയത്തെ കർമ്മങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കില്ല എന്നൊരു വിശ്വാസമാണ് ഇതിനു പിന്നിൽ. അതേസമയം ഇക്കാലം വിഷ്ണു ഭക്തർ വ്രതം, പൂജ, പ്രാർത്ഥന എന്നിവയുടെ ആത്മശുദ്ധീകരണത്തിനായി പ്രയോജനപ്പെടുത്തും. ഈ പുണ്യദിനത്തെ ദേവശയനി ഏകാദശി, മഹാ ഏകാദശി, പത്മ ഏകാദശി, ഹരിശയനി ഏകാദശി എന്നെല്ലാം പറയപ്പെടുന്നു. ഈ ഏകാദശിക്ക് വ്രതം അനുഷ്ഠിച്ചാൽ മനഃശാന്തി, സന്തോഷം, ഐശ്വര്യം എന്നിവയെല്ലാം നമുക്ക് വന്നു ചേരുന്നതാണ്. ഇനി ഏകാദശിക്ക് ദശമി, ഏകാദശി, ദ്വാദശി ഈ ദിവസങ്ങളിലാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത്. ഏകാദശിയുടെ അവസാനത്തെ 15 നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ 15 നാഴികയും കൂടിച്ചേരുന്ന ഹരിവാസര വേളയിൽ ഉണ്ണാതെ ഉറങ്ങാതെ ഭഗവാനെ സ്മരിച്ച് ജപവുമായി കഴിയുന്നത് അത്യുത്തമമാണ്. മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം ഈ ഭൂമിയിൽ വളരെ കൂടുതലുള്ള ഒരു സമയമാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനയ്ക്കും പരിപൂർണ ഫലം ലഭിക്കുന്നതാണ്. ജൂലൈ 6-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 2:40 മുതൽ പുലർച്ചെ 3:43 വരെയാണ് ഹരിവാസര സമയം വരുന്നത്. ഈ ഒരു സമയം കഴിയുന്നത്ര തവണ ഓം നമോ നാരായണായ ജപിക്കുന്നത് അത്യുത്തമമാണ്. കൂടാതെ ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുന്നവർക്ക് ക്ഷേത്ര ദർശനം നടത്തുകയും അല്ലെങ്കിൽ നിങ്ങളുടെ പൂജാമുറിയിൽ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും അതിവിശേഷമാണ്. വ്രതം അനുഷ്ഠിക്കുന്നവർ മത്സ്യമാംസാദി ഭക്ഷണം, മദ്യസേവ, ശാരീരിക ബന്ധം, പകലുറക്കം ഇതൊന്നും പാടില്ല. 2 നേരം കുളിക്കണം. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഇഹലോകസുഖവും പരലോകസുഖവും വന്നു ചേരുന്നതാണ്. തലേ ദിവസം ഒരിക്കലെടുത്ത് ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസമായോ അല്ലെങ്കിൽ പാലോ പഴവർഗ്ഗങ്ങൾ കഴിച്ചുകൊണ്ടോ വ്രതം എടുക്കാവുന്നതാണ്. ഏകാദശി ദിവസവും ദ്വാദശി ദിവസവും തുളസിയിലകൾ പറിക്കുവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള തുളസിയിലകൾ ദശമി ദിവസം തന്നെ പറിച്ചു വെക്കുക. ഏകാദശി വ്രതത്തിന് ഇരട്ടി ഫലം ലഭിക്കുവാൻ ഏകാദശി ദിവസം തുളസി നനയ്ക്കുന്നതും തുളസിക്ക് 3 പ്രദക്ഷിണം വെക്കുന്നതും തുളസിത്തറയിൽ ഒരു നെയ്ദീപം കൊളുത്തി വെക്കുന്നതും അത്യുത്തമമാണ്. വ്രതം അനുഷ്ഠിക്കുന്നവർ ജൂലൈ 7-ാം തീയതി പുലർച്ചെ 5:29 മുതൽ രാവിലെ 10:07 പാരണ വീടി വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്.